നമ്മളൊക്കെ കോളേജുകളിൽ പഠിച്ചിരുന്ന സമയത്ത് സ്കൂൾ തലത്തിൽ മാത്രമല്ല കോളേജുകളിൽ പഠിച്ചിരുന്നാൽ പോലും അത് ഡിഗ്രി ആകട്ടെ പി ജി ആകട്ടെ പഴയ പ്രീ ഡിഗ്രി ആകട്ടെ ഈ കാലഘട്ടങ്ങളിലൊക്കെ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകർ ഒരുപക്ഷെ അവർ പഠിച്ച നോട്ട്ബുക്കാവാം, അല്ലെങ്കിൽ അവർ ട്യൂഷന് പോയ സ്ഥലത്ത് നോട്ട്ബുക്കാവാം, അല്ലെങ്കിൽ അവർ പഠിപ്പിക്കാൻ തുടങ്ങിയ അധ്യാപകരായി കഴിഞ്ഞതിന് ശേഷം ആദ്യ വർഷങ്ങളിൽ പഠിപ്പിക്കാൻ തുടങ്ങിയ നോട്ട് ബുക്കുകളുമായിട്ടായിരുന്നു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ ക്ലാസ് റൂമിലേക്ക് പ്രവേശിച്ചിരുന്നത്. ഇനിയുള്ള കാലത്ത് ഇപ്പോഴതാരും ചെയ്യുന്നില്ല എന്ന് കരുതുന്നു. പക്ഷേ പലപ്പോഴും പല സ്കൂളുകളിലും ഇത്തരത്തിൽ അധ്യാപകർ അവർ പണ്ടെന്തോ പഠിച്ചതും പണ്ടെന്തോ പഠിപ്പിക്കുവാനായിട്ട് പ്രിപ്പയർ ചെയ്തതുമായിട്ടുള്ള നോട്ട് ബുക്കുകളുമായി ക്ലാസ്സുകളിൽ പ്രവേശിച്ചാൽ തീർച്ചയായിട്ടും കുട്ടികൾ അവരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാകത്തില്ല. സിലബസിൽ മാറ്റം വന്നു എന്നുള്ളതല്ല, കുട്ടികളുടെ പ്രതീക്ഷയിൽ, കുട്ടികൾക്ക് അധ്യാപകരെക്കുറിച്ചുള്ളൊരു സങ്കല്പത്തിൽ, കുട്ടികൾക്ക് അവർ പഠിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവിൽ അവർ വളരെയേറെ മുന്നിലാണ്. എല്ലാവർക്കും അറിയുന്നൊരു വസ്തുതയാണ് ഞാൻ ഈ സൂചിപ്പിക്കുന്നത്. നമ്മുടെ മുന്നിലിരിക്കുന്ന ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ, അത് ഏത് ക്ലാസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളായിരുന്നാലും, അധ്യാപകർ ഇനി എന്തൊക്കെ ക്വാളിഫിക്കേഷൻ നേടി അവർ പഠിപ്പിക്കുന്ന വിഷയത്തിൽ PhD നേടിയിട്ടായിരുന്നാലും ആ ഡോക്ടറേറ്റ് ബിരുദമോ ഡിഗ്രി ബിരുദമോ പോലും കുട്ടികൾക്ക് വേണ്ടതല്ല. കുട്ടികൾക്ക് അവർക്ക് പഠിക്കേണ്ട വിഷയങ്ങളുടെ സിലബസിനകത്തെ മാത്രം നിൽക്കുന്ന കണ്ടൻറ്റും പോരാതെ വരിക എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അതിനകത്ത് നിൽക്കേണ്ടതായിട്ട് വരും. ചില സമയങ്ങളിൽ ഔട്ട് ഓഫ് ദി ബോക്സ് പോകേണ്ടതായിട്ട് വരും. ആ ഔട്ട് ഓഫ് ദി ബോക്സ് തിങ്കിങ് കപ്പാസിറ്റീസ് കുട്ടികൾക്കുണ്ട്. അവ തിരിച്ചറിഞ്ഞുകൊണ്ട് ഔട്ട് ഓഫ് ദി ബോക്സിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ തക്ക തരത്തിലുള്ള തയ്യാറെടുപ്പ് അധ്യാപകർ മുൻകൂട്ടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓഫ് ഹാൻഡായിട്ട് വന്ന് ക്ലാസ്സുകളിൽ കുട്ടികളെ ഈ കാലഘട്ടത്തിൽ പഠിപ്പിക്കാമെന്ന് കരുതേണ്ടതില്ല. അത് 6, 7, 8 ക്ലാസ്സുകളിൽ പോലും 11th, 12th മാത്രമല്ല, 9th, 10th മാത്രമല്ല, 6, 7, 8 ക്ലാസ്സുകളായാലും ഈവൻ 3rd, 4th, 5th ക്ലാസ്സുകളായിരുന്നു. ഇപ്പോൾ ഓഫ് കോഴ്സ് ആദ്യത്തെ ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്ന ചെറിയ ക്ലാസ്സുകളിൽ KG പ്രൈമറിയുടെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്നത് തന്നെയാണ് കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ആദ്യ പഠന രീതികൾ. പക്ഷേ തുടർന്ന് അങ്ങോട്ട് മുതിർന്ന ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ കുട്ടികൾ അധ്യാപകരുടെ അവർ നേടിയെടുത്ത ബിരുദാനന്തരങ്ങളെക്കാളും ഒക്കെ അറിവോടുകൂടി ആണ് ക്ലാസ്സിലിരിക്കുന്നതെന്നുള്ള ഒരു ധാരണ അധ്യാപകർക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ അധ്യാപകർ 1 മണിക്കൂർ ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ, അഥവാ ഒരു പീരീഡ് ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും തലേ ദിവസം പ്രിപ്പയർ ചെയ്ത്, ആ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് പഠിപ്പിക്കാൻ വേണ്ടുന്ന മെറ്റീരിയൽസിൻ്റെ പ്രിപ്പറേഷൻ അല്ല, ഔട്ട് ഓഫ് ദ ബോക്സ് കുട്ടികൾക്ക് എന്തൊക്കെ നമുക്ക് കണക്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുവാൻ കഴിയും, അഥവാ ലൈഫ് റിലേറ്റഡായിട്ട്, ഡെയിലി ലൈഫ് റിലേറ്റഡായിട്ട് ഓരോ ദിവസവും നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അത് ഭാവിയിൽ കുട്ടികൾ ഫേസ് ചെയ്യേണ്ടതാണ്, അഥവാ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവയാവാം. അപ്പോൾ അവയൊക്കെ എങ്ങനെയാണ് അതിനെ നേരിടുക, ചലഞ്ചസ്. ലൈഫ് എല്ലാവർക്കും അറിയുന്നത് പോലെ, എല്ലാവരും പറയാറുള്ളത് പോലെ തന്നെ നിറയെ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടൊരു രീതിയിലൂടെയാണ് ജീവിതം കടന്നു പോകുന്നത്. ഒരിക്കലും എല്ലാം ഇങ്ങനെ നമ്മുടെ സ്മൂത്തായിട്ട് വളരെ ലളിതമായിട്ട് എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടിയും എത്ര തന്നെ സമ്പന്നതയിൽ വളരുന്ന വിദ്യാർത്ഥികളായിരുന്നാലും കുടുംബമായിരുന്നാലും ദിവസവും അവർ റോഡിൽ നേരിടുന്ന അല്ലെങ്കിൽ പുറത്ത് പല സന്ദർഭങ്ങളിൽ നേരിടുന്ന ഒരുപാട് ഇഷ്യൂസുണ്ട്. ഈ ഇഷ്യൂസൊക്കെ തന്നെ ക്ലാസ്സിൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടാവുന്നതാണ്. അത് കുട്ടികൾക്ക് ചർച്ച ചെയ്യാൻ അവസരം കൊടുക്കാവുന്നതാണ്. അധ്യാപകർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് ആവശ്യം വേണ്ടുന്ന ജീവിത സമ്പ്രദായവുമായിട്ട്, ദൈനംദിന ജീവിത രീതികളുമായിട്ട് അവർ പഠിക്കുന്ന വിഷയങ്ങളെ റിലേറ്റ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ തന്നെ അങ്ങനെയായി മാറുകയാണ്. അതല്ലാതെ പണ്ടത്തതുപോലെ ഓരോ ലോയുടെ പ്രിൻസിപ്പിൾ എഴുതാനോ അല്ലെങ്കിൽ ഓരോ ഡെഫിനിഷൻസ് മാത്രം ഇങ്ങനെ മനഃപ്പാഠമാക്കി അതിനുത്തരം എഴുതാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വേണ്ടി തയ്യാറെടുത്ത് പരീക്ഷയ്ക്ക് പോകുന്ന രീതിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ
ഓരോ വിഷയവും അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ സാധ്യതകൾ അത് ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിപ്പിക്കുകയും അതിനകത്ത് കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് ആ ചോദ്യങ്ങൾ അവർക്ക് ചോദിക്കാൻ അവസരം കൊടുക്കുകയും, എപ്പോഴും നമ്മൾ വളരെ ഇൻക്വിസിറ്റീവ് ആവാറുണ്ട് കുട്ടികൾ, അവരുടെ ആ ഇൻക്വിസിറ്റീവ്നെസ്സിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ ചോദ്യങ്ങൾക്ക് അധ്യാപകർ വ്യക്തമായ, സ്പഷ്ടമായ, കൃത്യമായ ഉത്തരം നൽകുമ്പോഴാണ് ഈ അധ്യാപക വിദ്യാർത്ഥി ബന്ധം കൂടുതൽ സമ്പന്നമാകുന്നത്, ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് വളരെ സ്ട്രെങ്തൻ ആവുന്നത്. അപ്പോൾ അതിന് നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ അധ്യാപകർക്ക് കഴിയട്ടെ. വിദ്യാർത്ഥികൾ ഗുരുക്കന്മാരെ കൊണ്ട് അവർ തീർച്ചയായിട്ടും സമ്പന്നരാകട്ടെ. ഗുരുശിഷ്യ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുവാൻ വരും കാലങ്ങളിൽ നമ്മുടെ അധ്യാപകർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.